ഞാൻ പവിത്ര ദേവനാണ്. ഞാൻ പവിത്ര ദേവിയാണ്. ഭായിമാർക്കാണെങ്കിലും അമ്മമാർക്കാണെങ്കിലും ഇനി ആ രീതിയിൽ എടുക്കണമെങ്കിൽ പോലും സങ്കല്പം അങ്ങനെ എടുക്കാമെന്ന് പറയാണ്. ഞാൻ പവിത്ര ദേവനാണ്, അല്ലെങ്കിൽ ഞാൻ പവിത്ര ദേവിയാണ്. ഈ സ്മൃതിയിലൂടെ സദാ സമർത്ഥമായിരിക്കും. അതിലേതെങ്കിലും ഒന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. കാരണം ഭായിമാർക്കാണെങ്കിൽ ഞാൻ പവിത്ര ദേവൻ, ഇനി ചിലർക്ക് അമ്മമാർക്കാണെങ്കിൽ പവിത്ര ദേവി, സഹോദരിമാർക്കാണെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു ശുദ്ധ സങ്കല്പം, സ്വമാനം. ഈ സ്മൃതിയിലൂടെ സദാ സമർത്ഥാത്മാവായിരിക്കും, ശക്തിശാലിയായിരിക്കും. സമർത്ഥം എന്ന് പറഞ്ഞാൽ ശക്തിശാലി. സ്വപ്നത്തിൽ പോലും അപവിത്രതയിൽ നിന്ന് മുക്തമായിരിക്കും. ഞാൻ പവിത്ര ദേവിയാണ് എന്ന സങ്കല്പം ഉണ്ടെങ്കിൽ ആ വിചാരത്തെ സ്ട്രോങ് ആക്കിയ സ്വപ്നത്തിൽ പോലും അപവിത്രത വരില്ല. രക്ഷാബന്ധനത്തിന് വേണ്ടിയിട്ടുള്ള സ്വമാനം. ലാസ്റ്റ് പോയിന്റ് സ്വമാനം ഉണർത്താണ്. ഞാൻ പവിത്ര ദേവനാണ്, അല്ലെങ്കിൽ പവിത്ര ദേവിയാണ്. ഈ സ്മൃതിയിലൂടെ സദാ ശക്തിശാലിയായിരിക്കും. സ്വപ്നത്തിൽ പോലും അപവിത്രതയിൽ നിന്ന് മുക്തമായിരിക്കും. സ്വപ്നത്തിൽ പോലും അപവിത്രതയിൽ നിന്ന് മുക്തമായിരിക്കും. അപ്പോൾ ഫുൾ ഡേ ഓടി നടക്കുമ്പോൾ പവിത്രമായ സങ്കല്പം ഇപ്രകാരം നമുക്ക് നമ്മളെ പ്രതിയുണ്ടെങ്കിൽ ഒരു അപവിത്രത സ്വപ്നത്തിൽ പോലും വന്ന് നമ്മളെ ബുദ്ധിമുട്ടിക്കില്ല. ശക്തിശാലിയുമായിരിക്കും. ഇതാണ് 9 പ്രതിജ്ഞകൾ തന്നെ. ക്ലിയർ ആയല്ല എല്ലാവർക്കും? ഇനി എഴുതുമ്പോൾ ഓരോന്നും ആ ഫീലിങ്ങിൽ ചെയ്യാം. ഒപ്പം എഴുതുമ്പോഴെല്ലാം ഒന്ന് എഴുതുന്ന പ്രതിജ്ഞകളുടെ ഡീപ്പ് ഫീലിംഗ് പതുക്കെ പതുക്കെ, പിന്നെ ബാബയുടെ കുടക്കീഴിലിരുന്ന് ചെയ്യാം.